ദൈവം നീതിമാനാണ്. പലരും ചോദിക്കും, എന്തിനാണ് പുത്രനെ ക്രൂശിച്ചത്? ദൈവത്തിന് മനുഷ്യരെ നേടിയെടുക്കാനും പിശാചിനെ അപ്പോഴേ തന്നെ വെട്ടി തീക്കാത്തതിന് അധികാരമില്ലേ? അധികാരമുണ്ട്. എന്നാൽ ദൈവം നീതിമാനായതുകൊണ്ട് നിയമം വിട്ടൊന്നും ചെയ്യത്തില്ല. അതാണ് പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള നിയമപുസ്തകത്തിന് മുമ്പിൽ ദൈവം എന്താണ്? നീതി മാത്രമേ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ ദൈവമല്ല, അനീതിയുള്ളവൻ ദൈവമല്ല, കുറ്റമുള്ളവൻ ദൈവമല്ല. അതുകൊണ്ട് നിയമപുസ്തകത്തിന് മുമ്പിൽ ആർക്കും ഒഴി കഴിവില്ല. ആര് പാപം ചെയ്തുവോ അവൻ മരിക്കണം. നിയമം മാറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്താണ് ദൈവത്തിന് നമ്മളോടുള്ള കരുണ? ആ നിയമത്തിന് മുമ്പിൽ പുത്രനെ അയക്കുകയാണ്. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട് ഇത്? ആ നിയമത്തിന് മുമ്പിൽ യേശുക്രിസ്തുവിനെ അയക്കുകയാണ്. അതായത് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള തന്റെ നിയമത്തിന് മുമ്പിൽ, അതിൽ പാപം ചെയ്ത എല്ലാവരും മരിക്കണമെന്നുള്ള തന്റെ നിയമത്തിന് മുമ്പിൽ മനുഷ്യപുത്രന്മാരായിരിക്കും നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ മറ്റൊരുത്തൻ ഏൽക്കുമെന്നെങ്കിൽ അത് നീ അംഗീകരിച്ചാൽ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കാം. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ പോലും നോക്കുമ്പോൾ ഞാൻ ഒരാളെ കൊലപാതകം ചെയ്തു, ഒരാളെ ഞാൻ കൊന്നു കൂട്ടിക്കും, ഗവൺമെന്റ് എന്താണ് അതിന്റെ കേസ് പോലീസുകാർ അന്വേഷിക്കുന്നു. അപ്പോഴെന്താണ്? ഞാൻ മറിഞ്ഞിരിക്കുന്നു, മറ്റൊരുത്തനെ എല്ലാ തെളിവുകളും വെച്ച് അവനാണ് കൊലപാതകി എന്ന് കോടതി വിധിച്ചു. ഞാനോ കൊന്നു, പക്ഷെ ഞാൻ മറിഞ്ഞിരിക്കുന്നു. അവസാനം അവനെ കോടതി തൂക്കിയും കൊന്നു. അതിനുശേഷം ഞാൻ വെളിപ്പെട്ട് പറയാണ് ഞാനാണ് ആ കുറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്നെ ആ കേസിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം ആ തെറ്റിന്റെ ശിക്ഷ മറ്റൊരുവൻ ഏറ്റത് വഴി ആ തെറ്റിന് എന്നെ ശിക്ഷിപ്പാൻ ഒരു കോടതിക്കും കഴിയാത്തവണ്ണം യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ ഭരിച്ചത് വഴി അവൻ എന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിയെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നവർക്ക് ഇനി ദൈവ കോടതി നിയമത്തിന് മുമ്പിൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള നിയമപുസ്തകത്തിന് മുമ്പിൽ നിന്നെ കുറ്റം വിധിപ്പാൻ കഴിയത്തില്ല. ന്യായപ്രമാണത്തിൽ നിന്നെ ശിക്ഷിക്കാൻ കഴിയത്തില്ല.